ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടുത്തി തരാനാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കോൺ ഫ്രൈ ആണ് പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. എൻ്റെ ഈ എളിയ സംരംഭത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കോൺ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി കോൺ ഫ്രൈ തയ്യാറാക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ് കോൺ ആണ്. 1 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പിന് 1 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കോണൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കോണെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺ വേവായി വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. കോണിലെ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ മുഴുവൻ വെള്ളവും വാർന്നു പോകണം. ഇതിനായി ഇവിടെ വെക്കാം. ആദ്യം കോണിനൊരു കോട്ടിംഗ് കൊടുക്കണം. അതിനായിട്ട് കോൺഫ്ലോർ, മഞ്ഞൾപ്പൊടി, മൈദ ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇനി കോണൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കോണിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. കോണിലെല്ലാം ഈ പൊടികളെല്ലാം പിടിക്കണം. ഇതിനായി നല്ലവണ്ണം പ്രസ് ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കോണും പൊടികളെല്ലാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. കോൺ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനെഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. വിനെഗറും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കോൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സാലഡായിട്ടും സ്റ്റാർട്ടർ മെനു ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വീറ്റ് കോൺ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.